നമുക്കൊപ്പം ഇപ്പോൾ അതിഥിയായി നിലമ്പൂരിന്റെ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത് തന്നെ ചേരുകയാണ്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ആദ്യം അഭിനന്ദനങ്ങൾ. വലിയ സന്തോഷത്തിലായിരിക്കുമെന്നറിയാം. കഴിഞ്ഞ ഒരു മാസക്കാലം തിരക്കിട്ട ദിവസങ്ങളായിരുന്നു. പ്രചാരണം, വീട് കയറി പ്രചാരണം നടത്തുക, വലിയ തിരക്കിന്റെ നാളുകളായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം സന്തോഷമല്ലാതെ മറ്റെന്തൊക്കെ തോന്നുന്നു? താങ്ക് യു. ഈ സന്തോഷമുണ്ട്. ഒന്ന് കഴിഞ്ഞ 2 പ്രാവശ്യമായി നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചു പിടിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്കല്ല, എന്നെക്കാളും സന്തോഷമുള്ള നിലമ്പൂരിനാണ്. നിലമ്പൂർക്കാർ കേരളത്തിന് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി വോട്ട് ചെയ്ത കേരളത്തിലെ മുഴുവൻ ആളുകളും ആഹ്ലാദിക്കുകയാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനെതിരെയുള്ള ഒരു കൃത്യമായ പ്രതികരണമായി, പ്രതിഷേധമായിട്ടാണ് നിലമ്പൂർ വോട്ട് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ട ഒരവസ്ഥാവിശേഷം. ഇതിനെതിരെയുള്ളൊരു പ്രതികരണം കൂടി ഈ വോട്ടിൻ്റെ ഒരു ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുക, അവരുടെ കൂട്ടത്തിൽ ഞാനും സന്തോഷിക്കുന്നു എന്ന് മാത്രം. സത്യസന്ധമായി മറുപടി പറയണം. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം തിരക്കായിരുന്നു പ്രചാരണത്തിന്റെ ഒക്കെ. ഈ M സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നു, അത് കഴിഞ്ഞ് PV അൻവർ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ആ സമയത്തൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനും ഇല്ല. അതിപ്പോൾ സത്യസന്ധമല്ലാത്ത മറുപടിയൊന്നും എൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറയുന്നതൊക്കെ സത്യസന്ധമായിട്ടായിരിക്കും. അതിന് സത്യസന്ധം എന്നൊരു മുഖവരയുടെ ആവശ്യം തന്നെ ഇല്ല. കാരണം ഞാൻ ആദ്യം മുതലേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ വർക്ക് വളരെ നേരത്തെ തന്നെ അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു. മുസ്ലിം ലീഗ് വളരെ നേരത്തെ തന്നെ അവരുടെ വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ മുന്നൊരുക്ക പ്രവർത്തനം നടത്തി. പിന്നീട് കെട്ടുറപ്പോടുകൂടി UDFൻ്റെ പ്രവർത്തനങ്ങൾ, അതിന് നേതൃത്വം നൽകാൻ UDFൻ്റെ മുഴുവൻ നേതാക്കന്മാർ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചു. അത് ഞങ്ങൾക്കൊരു വലിയ അഡ്വാൻറ്റേജായി. അങ്ങനെ എല്ലാ രംഗത്തും ഞങ്ങൾക്ക് വളരെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി സാക്ഷാൽ CPMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഒന്ന് മത്സരിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതൊരു പ്രശ്നമില്ലായിരുന്നു. ഞങ്ങളുടെ വർക്കേഴ്സിന് പ്രശ്നമില്ല, നേതാക്കൾക്ക് പ്രശ്നമില്ല. കാരണം അത്രമാത്രം മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞിരുന്നു, ജനങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു എന്നതാണ് വാസ്തവം. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഇപ്പം ഈ മത്സരം തുടങ്ങിയ സമയത്ത്, പ്രചാരണം തുടങ്ങിയ സമയത്ത്, ഇപ്പം മുഖ്യമന്ത്രി ആണെങ്കിലും ശരി, പാർട്ടി സെക്രട്ടറി ആണെങ്കിലും ശരി, ഇടതുപക്ഷ പ്രവർത്തകരാണെങ്കിലും ശരി, അത് തുടരും എന്നുള്ളൊരു മുദ്രാവാക്യവുമായാണ്. അതായത് പിണറായി 3.0 ഉണ്ടാകും സംസ്ഥാനത്ത്, കേരളത്തിൽ പിണറായി സർക്കാർ തുടരും, ഇടതുപക്ഷ സർക്കാർ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രചാരണത്തിന് ഇറങ്ങിയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ റിസൾട്ട് വന്നതിന് പിന്നാലെ നിലമ്പൂര് ഒരു സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് അവരവരുടെ നിലപാടിൽ പിന്നോട്ട് പോകുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് താങ്കൾ നേടിയ ഈ വോട്ടുകൾ, ഈ ഭൂരിപക്ഷം എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് നിലമ്പൂർ വോട്ട് ചെയ്തത്. ഇപ്രാവശ്യം കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം അത് കൃത്യമായി ബോധ്യപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണിത്. മാത്രമല്ല, തുടരും എന്ന് ആദ്യം എഴുതിയെങ്കിലും പിന്നീട് ആ തുടരും എന്ന വാർത്ത കണ്ടില്ല. കാരണം അവർക്ക് തന്നെ മനസ്സിലായി ആ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇനിയും വോട്ട് ചോർച്ചയുണ്ടാവുമെന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ ആ തുടരും എന്നുള്ള ബോർഡുകളൊക്കെ മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ പറഞ്ഞ പോലെ. പിന്നെ പ്രാദേശികമായ വിഷയങ്ങളിലേക്ക് അവർ വരികയാണ് ചെയ്തത്. എന്തായാലും ഇത് വളരെ കൃത്യമായി, സ്പഷ്ടമായി നമുക്ക് തെളിവാണ്. ഇത് കേരളത്തിലെ ഇടതു ഭരണത്തിനെതിരെയുള്ള വികാരമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിലമ്പൂരിലെ UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പിതാവിനും അതേപോലെ VV പ്രകാശിനും ഒക്കെ ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടായിരുന്ന സംഭവം, ഈ 2 പ്രാവശ്യമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു ഈ മണ്ഡലം. ആ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരടങ്ങാത്ത വാശിയും ആവേശവും UDFൻ്റെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. അതും കൂടി ഇതിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്.